മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യം നടന്നു കഴിഞ്ഞാൽ നമുക്ക് അത്രത്തോളം സന്തോഷം ഉണ്ടാക്കും അല്ലേ. അപ്പോൾ അങ്ങനെ ഒരു സന്തോഷത്തിൻ്റെ പുറത്താണ് സാറിത ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. മറ്റൊന്നല്ല, നിങ്ങൾക്ക് അവിടെ ഒരു കമൻറ്റ് കാണാം. കഴിഞ്ഞ ദിവസം നമ്മൾ പാർട്ണർഷിപ്പ് ബേസിക് കൺസെപ്റ്റ് +2 ആദ്യത്തെ എക്കോണമിക്സിലെ ചാപ്റ്റർ ആയിട്ടുള്ള പാർട്ണർഷിപ്പ് ബേസിക് കൺസെപ്റ്റിൻ്റെ ഒരു ക്വസ്റ്റ്യൻ സെഷൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ പാസ്റ്റ് അഡ്ജസ്റ്റ്മെൻറ്റ്സിൽ സാറ് പാസ്റ്റ് അഡ്ജസ്റ്റ്മെൻറ്റ്സ് നമുക്കറിയാം അത്രത്തോളം കുട്ടികൾക്ക് കൺഫ്യൂഷൻസ് ഉണ്ടാക്കുന്ന ഒരു പാർട്ടാണ്. അപ്പോൾ 2 മെത്തേഡ് ഉണ്ട് നമുക്കത് ചെയ്യാൻ. 2 മെത്തേഡും അതിൻ്റേതായിട്ടുള്ള രീതിയിൽ പറഞ്ഞു കൊടുത്താൽ ആരായാലും കൺഫ്യൂസ്ഡ് ആയി പോകും. അങ്ങനത്തെ ഒരു കൺസെപ്റ്റാണ് പാസ്റ്റ് അഡ്ജസ്റ്റ്മെൻറ്റ്സിൻ്റെ. അപ്പോൾ കഴിഞ്ഞ വർഷം നമുക്കത് ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടു. അതിൻ്റെ മുൻപത്തെ വർഷം അങ്ങനെ എക്സാമിന് ക്വസ്റ്റ്യൻ ആയിട്ട് പാസ്റ്റ് അഡ്ജസ്റ്റ്മെൻറ്റ്സ് വരാറില്ല. പക്ഷേ കഴിഞ്ഞ വർഷം നമ്മളത് കണ്ടു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു വർഷം മുതൽ നമ്മളത് ആദ്യമേ പഠിച്ച് പോകേണ്ടതുണ്ട്. ഈ വർഷവും നമുക്ക് ക്വസ്റ്റ്യൻ അത് നിർബന്ധമായിട്ട് നമ്മളത് പ്രതീക്ഷിക്കുന്നുണ്ട്. സോ അതുകൊണ്ട് നമ്മൾ ആ ഒരു ചാപ്റ്റർ എടുത്ത സമയത്ത് ആദ്യത്തെ സെഷനിൽ സാറ് അത് എടുത്തിട്ടുണ്ടായിരുന്നത് കൃത്യമായിട്ട് ഒരു 1.5 മണിക്കൂറിൻ്റെ മുകളിലൊക്കെ ടൈം എടുത്തുകൊണ്ട് അതിൻ്റെ കൺസെപ്റ്റ് അത്രത്തോളം സിമ്പിളാക്കി കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്ന രീതിയിലാണ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ അങ്ങനെ എടുത്തപ്പോഴും കുട്ടികൾക്ക് അത് കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു. സോ വീണ്ടും നമ്മൾ ആ ഒരു ചാപ്റ്ററിൻ്റെ ഒരു സെഷൻ വെക്കുമ്പോൾ എനിക്കുണ്ടായിരുന്നുള്ള ഒരേ ഒരു നിർബന്ധം എന്ന് പറയുന്നത് കുട്ടികൾക്ക് ആ ഒരു പാസ്റ്റ് അഡ്ജസ്റ്റ്മെൻറ്റ്സ് എങ്ങനെയെങ്കിലും സിമ്പിളായിട്ട് പറഞ്ഞു കൊടുക്കുക എന്നുള്ളതായിരുന്നു. സോ അതുകൊണ്ട് തന്നെ നമ്മളെ കഴിഞ്ഞ ദിവസത്തെ ആ ഒരു സെഷൻ്റെ ഒരു 4-5 ദിവസം മുൻപേ ഞാൻ പാസ്റ്റ് അഡ്ജസ്റ്റ്മെൻറ്റ്സിനായിട്ട് ഇരുന്ന് കുറേ വർക്കൗട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എങ്ങനെയെങ്കിലും കുട്ടികൾക്ക് അത് സിമ്പിളായിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റണം, അല്ലെങ്കിൽ എന്താണ് സിമ്പിളായിട്ട് അവർക്ക് എക്സാമിന് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ എഴുതാൻ പറ്റണം എന്നൊരു നിർബന്ധം എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ ഇരുന്ന് വർക്കൗട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരുപാട് ക്വസ്റ്റ്യൻസ് പാസ്റ്റ് അഡ്ജസ്റ്റ്മെൻറ്റ്സിൻ്റെ. അങ്ങനെ വർക്കൗട്ട് ചെയ്ത സമയത്ത് എനിക്ക് അതിൽ നിന്നും മനസ്സിലായിട്ടുള്ള അല്ലെങ്കിൽ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടുള്ള ഒരു ചെറിയൊരു സിമ്പിളായിട്ടുള്ള മെത്തേഡ് അത് ഞാൻ ഇന്നലെ PPT ആഡ് ചെയ്തു. അതും ഞാൻ മലയാളത്തിൽ കുട്ടികൾക്ക് മലയാളത്തിലാണ് ഞാനത് PPT ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. 2 സ്റ്റെപ്പായിട്ടാണ് 3 മെത്തേഡ് 3 രീതിയിൽ ഞാനത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇന്നലത്തെ PPT മലയാളത്തിലാണ് എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നത്. 3 സ്റ്റെപ്പുകൾ മലയാളത്തിൽ എഴുതി കൊടുത്താണ്. അപ്പോൾ ആ ഒരു സ്റ്റെപ്പ് മക്കൾ കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പാസ്റ്റ് അഡ്ജസ്റ്റ്മെൻറ്റ്സിൻ്റെ ഏതൊരു പ്രോബ്ലം വന്നു കഴിഞ്ഞാലും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും എന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അത്രത്തോളം അത് കോൺഫിഡൻ്റ് ആയിരുന്നു. അത് ഇന്നലെ PPT ആഡ് ചെയ്ത സമയത്ത് നമ്മൾ ക്ലാസ് എടുത്ത സമയത്ത് ഒരുപാട് കുട്ടികൾ അപ്പോൾ തന്നെ പറഞ്ഞു യെസ് സാർ ഇത് ഓക്കെയാണ്, സിമ്പിളാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ കുറച്ചുകൂടെ സന്തോഷം വന്നിട്ടുള്ളത് പേഴ്സണലായിട്ട് എനിക്കിതാ ഈ ഒരു മെസ്സേജ് വന്നപ്പോഴാണ്. അപ്പോൾ ഞാൻ അത്രത്തോളം കോൺഫിഡൻ്റ് ആയിരുന്നു ആ ഒരു കാര്യത്തിൽ, അത് കുട്ടികൾക്ക് അത്രത്തോളം യൂസ്ഫുൾ ആവും എന്നുള്ളത്. അപ്പോൾ ഞാൻ ആഗ്രഹിച്ച ഒരു കാര്യവും പേഴ്സണലായിട്ട് കുട്ടികൾ വന്ന് പറയണം എന്നുള്ളതായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു മെസ്സേജ് വന്നു. അപ്പോൾ അത് ഒരുപാട് സന്തോഷമുണ്ട്. അപ്പം ആ ഒരു മെത്തേഡ് മക്കൾ കൃത്യമായിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് പാസ്റ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് ഏതൊരു പ്രോബ്ലം ചെയ്യാൻ പറ്റും എന്ന് എനിക്ക് ഉറപ്പാണ്. അപ്പോൾ മക്കൾ അത് ഫോളോ ചെയ്യാം കേട്ടോ.